അങ്ങനെ 25 വർഷം വയസ്സായി ഖദീജ റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിച്ചു. അപ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് താല്പര്യം എന്താണ്? സുവൈബ എന്ന അടിമ സ്ത്രീ എൻ്റെ ഭർത്താവിൻ്റെ മുല കൊടുത്ത ഉമ്മയാണല്ലോ, അതുകൊണ്ട് അവരിങ്ങനെ ഒരു അടിമയായി നിൽക്കുന്ന അത്ര ശരിയായി തോന്നിയില്ല. അതുകൊണ്ട് ഖദീജ റളിയല്ലാഹു അൻഹ അബൂ ലഹബിനോട് ചോദിച്ചു, ഞാൻ അതിന് വില തരാം, എനിക്ക് തരുമോ? എന്തിനാ? സ്വതന്ത്രയാക്കാൻ. അങ്ങനെ അവർ പലപ്പോഴും ആവശ്യപ്പെട്ടിട്ടും അബൂ ലഹബ് എന്ത് ചെയ്തില്ല? ഈ സുവൈബയെ ഖദീജക്ക് കൊടുത്തില്ല. അതുകൊണ്ട് തന്നെ അവർ മോചിതയായിട്ടുമില്ല. പിന്നെ എന്നാ മോചിപ്പിച്ചത്? റസൂലുള്ള പ്രവാചകനായി 10-13 കൊല്ലം മക്കയിൽ ജീവിച്ച് മദീനയിലേക്ക് ഹിജ്റ പോയ സന്ദർഭത്തിലാണ് അബൂ ലഹബ് ഈ സുവൈബയെ മോചിപ്പിച്ചത്. അപ്പോൾ ഏത് സന്തോഷത്തിലാണ്? റസൂലുള്ള ജനിച്ച സന്തോഷത്തിലല്ല, മദീനയിലേക്ക് അങ്ങോട്ട് പോയി കിട്ടി എന്നുള്ള സന്തോഷത്തിലാണ്. അപ്പോൾ അത് സൽക്കരമല്ല എന്ന് ഉറപ്പാണല്ലോ. ശരി, ഞാൻ പറഞ്ഞു വന്നത് ആ അബൂ ലഹബുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് ഈ രംഗത്ത് തെളിവായി പലപ്പോഴും ഉദ്ധരിക്കാറുള്ളത്. വേറൊരു തെളിവുമില്ല. ഈ രണ്ട് തെളിവും ഇസ്ലാമികമായി ഒരു ന്യായത്തിനും കൊള്ളുന്നുമല്ല. ഇനി നമുക്ക് ആലോചിക്കാവുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീനുൽ ഇസ്ലാമിൽ ഒരുപാട് നന്മ പഠിപ്പിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു നന്മ ഈ റബീഉൽ അവ്വൽ മാസത്തിൽ പ്രത്യേകമായി ചെയ്ത വല്ല രേഖയുണ്ട് നമുക്ക് ആലോചിക്കായിരുന്നു. ഇപ്പോൾ സുന്നത്ത് നമസ്കാരങ്ങൾ, അത് സാധാരണ സുന്നത്ത് നമസ്കാരങ്ങൾക്ക് സാധാരണ സമയത്തൊരു പ്രത്യേക പ്രതിഫലമുണ്ട്. എന്നാൽ റമദാൻ മാസത്തിൽ തറാവീഹ് അടക്കമുള്ള സുന്നത്ത് നമസ്കാരങ്ങൾക്ക് പ്രത്യേക പ്രതിഫലമുണ്ട്. എന്നാൽ റബീഉൽ അവ്വൽ മാസത്തിൽ ഏതെങ്കിലും ഒരു പ്രത്യേക സുന്നത്ത് നിസ്കാരം, അല്ലെങ്കിൽ നിലവിലുള്ള സുന്നത്തിന് പ്രത്യേക ഒരു പ്രതിഫലം, ഒരു അര സലാത്തിൻ്റെ ഒരു പ്രത്യേക പ്രതിഫലം, ഇങ്ങനെ എവിടെയും ഒരു രേഖയില്ല. പ്രവാചക തിരുമേനി ഇതുമാത്രമല്ല, തനിക്ക് മുമ്പ് കഴിഞ്ഞു പോയിരിക്കുന്ന ഒരു പ്രവാചകന്റെയും ജനനവുമായി ബന്ധപ്പെട്ട ഒരു കർമ്മവും നിർവഹിച്ച രേഖയിൽ എവിടെയില്ല. സ്വർഗത്തിലേക്ക് പോകേണ്ട ഒരു കർമ്മമായിരുന്നുവെങ്കിൽ റസൂല കാണിക്കുമായിരുന്നു. റസൂലിന്റെ സ്വന്തം ജന്മദിനം ആഘോഷിച്ചില്ല. 23 റബീഉൽ അവ്വൽ റസൂലിന്റെ കാലത്ത് കഴിഞ്ഞിട്ടുണ്ടല്ലോ. 22 റബീഉൽ അവ്വൽ, 23 റബീഉൽ അവ്വൽ റസൂൽ മരണപ്പെട്ടു. ആ റസൂലായിക്കൊണ്ടില്ല. ആ 22 റബീഉൽ അവ്വലിലും മറ്റു 11 മാസങ്ങളിൽ ഇല്ലാത്ത ഒരു പ്രത്യേക പുണ്യകർമ്മം അതും കാണുന്നില്ല. പിന്നെ റസൂലയുടെ കാലശേഷം സുഹാബികൾ 4 ഖലീഫമാർ ചേർന്ന് 30 കൊല്ലം രാജ്യം ഭരിച്ചു. റസൂലുള്ള അവരെ കുറിച്ച് പറഞ്ഞ എന്താ? അബൂബക്കർ ഫിൽ ജന്ന, ഉമർ ഫിൽ ജന്ന, ഉസ്മാൻ ഫിൽ ജന്ന, അലി ഫിൽ ജന്ന, എണ്ണി അങ്ങ് പറഞ്ഞാണ്. ആ എണ്ണി പറയപ്പെട്ട ഈ 4 ഖലീഫമാർ 30 വർഷം രാജ്യം ഭരിച്ചിട്ട് ആ 30 കൊല്ലത്തെ റബീഉൽ അവ്വൽ കടന്നു പോയത് അവർ അറിയ പോലും ചെയ്തിട്ടില്ല. ചരിത്രത്തിൽ എവിടെയില്ല. റബീഉൽ അവ്വൽ മാസത്തിൽ ഇങ്ങനെ പ്രത്യേകിച്ച് എന്തൊരു ചെയ്തത്? ആ സമയത്ത് റമദാൻ മാസത്തിൽ അവർ ഇന്നൊക്കെ ചെയ്തെന്നൊക്കെ ചില ഗ്രന്ഥങ്ങളൊക്കെ കാണാൻ കഴിയും. ഇത് കാണുന്നില്ല. അപ്പോൾ അവരും കണ്ടിട്ടില്ല ഈ വിഷയം. പ്രവാചകരെ ജീവനേക്കാളേറെ സ്നേഹിച്ചിരിക്കുന്ന, പ്രവാചകർക്ക് നേരെ വന്നിരിക്കുന്ന ഓരോ അമ്പുകളും സ്വന്തം ശരീരം കൊണ്ട് ഏറ്റുവാങ്ങിയാണ് ആ സ്വഹാബികൾ റബീഉൽ അവ്വൽ മാസം അറിയാതെ പോയി, അവർ അതിൻ്റെ മഹത്വം മനസ്സിലാക്കാതെ പോയി എന്നാണോ? തീർന്നില്ല. പിന്നെ വീണ്ടും സ്വഹാബത്തിന്റെ കാലഘട്ടം, ലക്ഷക്കണക്കായ സ്വഹാബികൾ കഴിഞ്ഞു പോയിട്ട് ഒരു സ്വഹാബി പോലും റബീഉൽ അവ്വൽ മാസത്തിൽ പ്രത്യേക പുണ്യകർമ്മം നിർവഹിച്ചത് രേഖയിൽ എവിടെയില്ല. ആ കാലഘട്ടം കഴിഞ്ഞു. അടുത്ത നൂറ്റാണ്ട് കഴിഞ്ഞു, അതിൻ്റെ അടുത്ത നൂറ്റാണ്ട് കഴിഞ്ഞു. പിന്നെ എന്നാണ്ടായത്? ഏത് കാലത്തുണ്ടാവുമല്ലോ ചില രാഷ്ട്രീയക്കാർ അവരുടെ അധാർമികമായിരിക്കുന്ന പ്രവണതകളെ മറച്ചുപിടിക്കാൻ അവർ ചില മതചിഹ്നങ്ങൾ എന്നൊക്കെ ചിലത് കൊണ്ടുവരാറുണ്ട്. അതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഇവിടെ നമുക്കറിയാം, നമ്മുടെ അടുത്ത് തന്നെ മാസം ഗുരുവായൂർ പോകുന്ന കുറച്ച് ആൾക്കാരുണ്ട്. വലിയ ചില രാഷ്ട്രീയ നേതാക്കന്മാർ, അപ്പം വലിയ മതഭക്തരാണവർ. ഏറെക്കുറെ എന്തിനാണത്? അതുവരെ ചെയ്തതൊക്കെ മറക്കാനും വെളുപ്പിക്കാനും. അങ്ങനെയുള്ള ചില രാഷ്ട്രീയക്കാർ അന്നത്തെ സാധാരണ മുസ്ലിം സമൂഹത്തെ കയ്യിലെടുക്കാൻ അവർ ചെയ്തു കൂട്ടിയിരിക്കുന്ന ആചാരങ്ങളുടെ കൂട്ടത്തിലാണ് പ്രവാചക സ്നേഹം എന്ന പേരിൽ ഈ റബീഉൽ അവ്വൽ ഏർപ്പാട് വന്നത്. അത് ഞാൻ പറഞ്ഞതല്ല, അത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ തന്നെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന ഗ്രന്ഥങ്ങളിൽ റബീഉൽ അവ്വലിൻ്റെയും മൗലിദുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളുടെയും പോരിശകൾ ധാരാളമായി പറയുന്ന കൂട്ടത്തിൽ അതിൻ്റെ ചരിത്രം പറഞ്ഞിട്ടുണ്ട്. എന്താ ചരിത്രം? മൗലിദ് കഴിക്കൽ പണ്ട് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ, എന്നും സഹാവി പറഞ്ഞതായി കാണുന്നതാ, അത് ഹലബി 1-ാം ബാള്യമിൽ നോക്കേണ്ടതാ. അങ്ങനെ പറഞ്ഞു. ഈ പരിപാടി പണ്ടില്ല, അത് ഹിജ്റ 300 ശേഷം വന്നതാണ്. ബാക്കി പറയണ്ടല്ലോ. റസൂലുള്ള മരണപ്പെട്ട് പിന്നെയും 100-300 കൊല്ലം കഴിഞ്ഞിട്ട് ഉണ്ടായൊരു സംഗതിക്ക് നമ്മൾ എന്തിനാ സുഹൃത്തുക്കളെ തെളിവന്വേഷിക്കുന്നത്? അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. റസൂല് മാ മിൻ ശൈഇൻ യുഖർരിബുകും ഇലൽ ജന്ന ഇല്ലാ ബഖദ് ഹദ്ദസ്തുകും ബി. സ്വർഗത്തിലേക്ക് നിങ്ങൾ അടുപ്പിക്കേണ്ട എന്തൊക്കെ കാര്യമുണ്ടോ അത് പഠിപ്പിക്കാതെ പറഞ്ഞു തരാതെ വിട്ടിട്ടില്ല. പിന്നെ എങ്ങനെയാണ് നമ്മൾ ഈ റൂട്ട് പോവുക? ഇതാണ് യഥാർത്ഥ വസ്തുത. അങ്ങനെ
ആ നിലക്ക് റസൂലുള്ളാഹിയുടെ പേരിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കർമ്മം ഞാൻ സൂചിപ്പിച്ചെന്താരോ, ഈ കർമ്മം ഹിജ്റ 300 ശേഷമാണ് തുടങ്ങിയത്. അതിന് തുടക്കം കുറിച്ച പ്രധാന വ്യക്തികളിൽ ഒരാളാരാ? മുലഫർ എന്ന് പറയുന്ന ഇർബൽ ഭരിച്ചിരുന്ന ചക്രവർത്തിയാണ്. ആ ചക്രവർത്തിയുടെ കൊള്ളരുതായ്മകൾ മറച്ചു പിടിക്കാൻ, ഞാനൊരു പ്രവാചക സ്നേഹിയാണെന്ന് വരുത്തി തീർക്കാൻ അദ്ദേഹം ആടും ഒട്ടകവും കുതിരയും കിട്ടുന്ന എല്ലാ മൃഗങ്ങളെയും മറുത്ത് വലിയ വലിയ സദ്യകൾ സംഘടിപ്പിക്കാറുണ്ടായിരുന്നു. അത്യാവശ്യം തിന്നാൻ കിട്ടുകയും ഇത്തിരി കൈമടക്ക് കിട്ടുകയും ചെയ്താൽ ഈ സാധു മാപ്പിളരാടം ഉണ്ടായിരുന്നുള്ളൂ. അതാണ് അന്ന് അങ്ങനെ തുടങ്ങി വെച്ചൊരു ഏർപ്പാട്. ഇന്നത് മതത്തിലേക്ക്, പള്ളിയിലേക്ക്, പള്ളിക്കൂടങ്ങളിലേക്ക്, മത മിമ്പറുകളിലേക്ക്, സ്റ്റേജുകളിലേക്ക് ഇങ്ങനെ കടന്നു വന്ന് ആ ഒരു കർമ്മം നിർവഹിക്കാത്തവർ മതത്തിൽ നിന്ന് പിഴച്ചവരായി മുദ്രകുത്തപ്പെടുന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇനി ഇതിനേക്കാൾ വലിയ അപകടം, പ്രവാചകരെ പുകഴ്ത്തുവാനെന്ന പേരിൽ ഈ കാലത്ത് പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ ഗ്രന്ഥങ്ങളുണ്ട്. ആ ഗ്രന്ഥങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന അബദ്ധങ്ങളും വങ്കത്തരങ്ങളും അതുപോലെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഷിർക്കും ബിദ്അത്തും അത് എണ്ണിയ തീരില്ല. അതിൽ ഏറ്റവും മാരകമായ സംഗതി എന്താ? അള്ളാഹുവിൻ്റെ റസൂലിനോട് നേരിട്ട് പ്രാർത്ഥിക്കുന്ന വാചകങ്ങൾ. റസൂൽ എന്താ സമൂഹം പഠിപ്പിച്ചത്? റസൂല് സ്വഹാബികളെ ഉപദേശിച്ചത് എന്താ? ഇദാ സഅൽത ഫസ്അലില്ലാ വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്. നീ വല്ലതും ചോദിക്കുന്ന അള്ളാഹിനോട് ചോദിച്ചോ, സഹായം തേടാൻ അള്ളാഹിനോട് കാവൽ തേടിക്കോ. അങ്ങനെ പഠിപ്പിച്ചിരിക്കുന്ന ആ പ്രവാചകർ തന്നെയാണ്, ആ പ്രവാചകരോട് തന്നെയാണ് ഈ മൗലിദിന്റെ വരികളിലൂടെ ആളുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ഇർതകബ്തു അലൽ ഖതാ ഗൈറ ഹസിരിൻ വഅദദ് ലക അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. ധാരാളം പാപം ഞാൻ ചെയ്തിരിക്കുന്നു, കയ്യും കണക്കില്ലാതെ. പാപത്തിന്റെ വാഹനത്തിലാണ് സഞ്ചരിച്ചത്. അതിൽ നിന്ന് രക്ഷ നേടാൻ ഞാൻ താങ്കളോടാണ് ആവലാതിപ്പെടുന്നത്, പ്രാർത്ഥിക്കുന്നത്. പ്രവാചകരോട് പ്രാർത്ഥിച്ചുകൊണ്ട് ശിർക്ക് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന വാചകങ്ങൾ അങ്ങനെ തുടങ്ങി നമുക്ക് ഒരു നിലക്കും ഉൾക്കൊള്ളാൻ കഴിയാത്ത, അംഗീകരിക്കാൻ കഴിയാത്ത അനവധി അക്രമത്തിൻ്റെ വരികളാണ് യഥാർത്ഥത്തിൽ പ്രവാചക സ്നേഹത്തിൻ്റെ പേരിൽ ഈ സമൂഹം ഇന്ന് കൂടിയാടി ചെയ്തുകൊണ്ടിരിക്കുന്നത്, പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പകർത്തിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥ പ്രവാചക സ്നേഹമോ അത് മനുഷ്യൻ ജീവിക്കുന്ന ഏതു സമയത്തും എല്ലായിടത്തും എപ്പോഴും ഉണ്ടാവേണ്ടതോ. ഇതാണ് വസ്തുത. ഇത് പ്രവാചകരെ ഇകഴ്ത്തുവാനോ അല്ലെങ്കിൽ അനാദരിക്കുവാനോ വേണ്ടി പറയുന്നൊരു വാചകമല്ല. മറിച്ച് യഥാർത്ഥത്തിൽ പ്രവാചക സ്നേഹം ഇന്നതാണ് എന്ന് മനസ്സിലാക്കി ആ പ്രവാചകരുടെ പാത ഉൾക്കൊണ്ട് അതിലൂടെ മുന്നോട്ട് പോകാൻ, പ്രവാചകർ പഠിപ്പിച്ച ആ റൂട്ടിലൂടെ പോകാൻ ഉള്ള ഒരു ആഹ്വാനം മാത്രമാണ്. ഇതാണ് വസ്തുത. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, ഇങ്ങനെയുള്ള ഈ കർമ്മങ്ങളെക്കുറിച്ച് എന്താ റസൂൽ പറഞ്ഞു? റസൂലുള്ള തൻ്റെ ജീവിതത്തിലെ ഏതൊരു പ്രഭാഷണം നിർവഹിക്കുമ്പോഴും ഒരു ഉപദേശം നൽകുമ്പോഴും പറയാനുള്ള 2 വാചകങ്ങളുണ്ട്. ഫഇന്ന ഖൈറൽ ഹദീസ് കിതാബുല്ലാഹ് വഖൈറൽ ഹദയി ഹദിയു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തിലെ ഏറ്റവും ഉത്തമമായ, ഉത്കൃഷ്ടമായ, ഉന്നതമായ, ശ്രേഷ്ഠമായ, മനുഷ്യന് പറയാനും പകർത്താനും ഉൾക്കൊള്ളുവാനും പറ്റിയ ഏറ്റവും നല്ല ഗ്രന്ഥം, ഏറ്റവും നല്ല വാചകം അത് അള്ളാഹുവിൻ്റെ വാചകമാണ്. പടച്ചവൻ പടപ്പുകളോട് സംസാരിച്ച വാചകം ഖുർആൻ. ഏറ്റവും നല്ല മാർഗദർശനം പ്രവാചകരുടെ മാർഗദർശനമാണ്. കൂടെ പറഞ്ഞ കാര്യം എന്താ? വശർറൽ ഉമൂരി മുഹദസാതുഹാ വകുല്ല ബിദ്അത്തിൻ ദലാല. ദുനിയാവിൽ മനുഷ്യൻ നിർവഹിക്കുന്ന ഏറ്റവും നികൃഷ്ടമായ, നീചമായ കാര്യം അത് പടച്ചവന്റെ മതത്തിൽ പുതിയ കാര്യങ്ങൾ ചേർക്കലാണെന്ന്. മൻ അഹദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. ഈ മതത്തിൽ ആരെങ്കിലും വല്ലതും പുതിയത് നിർമ്മിച്ചാൽ തള്ളപ്പെടേണ്ടതാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ റസൂലുള്ളാഹി ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ മതം അള്ളാഹു പൂർത്തീകരിച്ച് മുഹമ്മദ് നബി മുഖേന പൂർത്തീകരിച്ച് നമ്മെ ഏൽപ്പിച്ചു പോയതാണ് റസൂലുള്ളാഹി. അത് വ്യക്തമായി പറഞ്ഞല്ലോ, തറക്തു ഫീക്കും അംറൈനി ലൻ യദില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹി വസുന്നത്ത് റസൂലി. 2 കാര്യമാണ് നിങ്ങൾ ഏൽപ്പിച്ചു പോകുന്നത്. അതനുസരിച്ച് ജീവിക്കാൻ നിങ്ങൾ തയ്യാറായാൽ നിങ്ങൾ വഴിപഴച്ചു പോവില്ല. അത് അള്ളാഹുവിൻ്റെ ഖുർആനും പ്രവാചക ചര്യയുമാണ്. 1 അള്ളാഹുവിൻ്റെ നേരിട്ടുള്ള വഹയ്, 2 ആ വഹയിൻ്റെ അടിസ്ഥാനത്തിലുള്ള ജീവിതം. അത് 2ഉം അനുവർത്തിച്ചാൽ മനുഷ്യൻ വഴിപഴച്ചു പോല. അങ്ങനെ പഠിപ്പിച്ചിരിക്കുന്ന സംഗതിയിൽ റസൂലുള്ള പറഞ്ഞ ഈ മതത്തിൽ മനുഷ്യരുണ്ടാക്കുന്ന പുതിയ കാര്യങ്ങളുണ്ടല്ലോ, അതിനേക്കാൾ നീചമായ, നികൃഷ്ടമായ ഒരു കർമ്മമില്ല എന്ന് പറഞ്ഞ് നിർത്തിയില്ല. അത് ഈ മനുഷ്യൻ നന്മയാണെന്ന് കരുതി ചെയ്യുന്ന സംഗതിയാണ്. അത് കൊണ്ടുപോകുന്നതോ അവൻ നരകത്തിലേക്ക്. വകുല്ല ബിദ്അത്തിൻ ദലാല വകുല്ല ദലാലത്തിൻ ഫിന്നാർ. ഈ പുതിയ കാര്യങ്ങൾ വഴികേടാണ്, അത് നരകത്തിലേക്കുള്ള മാർഗമാണ്. അത് കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റില്ല, അതിനെ ചെറുതായി കാണാൻ പറ്റില്ല, അതിനെ നിസ്സാരവൽക്കരിക്കാൻ കഴിയില്ല. പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഇത് യാഥാസ്ഥിക വിഭാഗത്തിലെ കുറച്ചാളുകൾ ഇങ്ങനെ കൊണ്ടുപോകുന്നൊരു ഭാഗം, എന്നാൽ അത് തെറ്റാണ് എന്ന് മനസ്സിലായിട്ടും അതിനെതിരെ പ്രതികരിക്കാതെ അവരുടെ കൂടെ ചില പ്രത്യേക ക്യാമ്പയിനുകളുമായി കടന്നു പോകുന്ന കുറേ ആളുകളുണ്ട്. സങ്കടം തോന്നുന്നവരുടെ കാര്യം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലത്ത് ഒരു ചെറിയ വിധി ഉണ്ടായിരുന്നല്ലോ, ശനിയാഴ്ച ദിവസം മീൻ പിടിക്കാൻ പാടില്ല. അപ്പോൾ കുറച്ചാൾക്കാർ എന്ത് ചെയ്തു? അവർ മീൻ പിടിച്ചില്ല. അവർ മീൻ പിടിക്കുന്നവരെ കുറിച്ചൊന്നും പറയാനും പോയില്ല. അവർ നിസ്കരിക്കാൻ പോയി.
വേറൊരു ടീം മീൻ പിടിക്കാൻ പോയി. വേറൊരു ടീമോ അവർ മീൻ പിടിക്കാൻ പോയില്ല, എന്നാൽ പിടിക്കാൻ പോയവരെ അവർ ഉപദേശിച്ചു, എന്നിട്ട് അവർ നിസ്കരിക്കാൻ പോയി. അള്ളാഹു എന്ത് ചെയ്തു? അള്ളാഹു ഇതിലൊരു ടീമിനെ കുരങ്ങാക്കിയിട്ടുണ്ട്. ഏത് ടീമിനെ കുരങ്ങാക്കിയത്? മീൻ പിടിച്ച ടീമിനെ. ഉറപ്പാണല്ലോ അല്ലേ? മീൻ പിടിക്കാൻ വേണ്ടി ശ്രമിച്ച ടീമിനെ അള്ളാഹു കുരങ്ങാക്കി. എന്നാൽ അവരെ ഉപദേശിച്ച് അവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ച് പള്ളിയിലേക്ക് പോയിരിക്കുന്ന ആളുകളൊഴികെ മറ്റേ 2 ടീമും കുരങ്ങാവുക ചെയ്തത്. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇതിലൊന്നും ഇടപെടണ്ട, നമ്മളിപ്പോൾ അത് ഒരു പിടിക്കാക്ക എന്ത് ചെയ്യട്ടെ, നമ്മളോട് അല്ല നിസ്കരിക്കാനല്ലോ പറഞ്ഞത്, ഞാൻ നിസ്കരിക്കാൻ പോവാം. അങ്ങനെ നിസ്കരിക്കാൻ പോയ ആ ടീമിനെ അല്ല കുരങ്ങാക്കി എന്ന് പറഞ്ഞു. അപ്പം എന്താ? അള്ളാഹു വിരോധിച്ചൊരു സംഗതി, അതാത് കാലഘട്ടത്തിലെ പ്രവാചകന്മാർ വിരോധിച്ചൊരു സംഗതി നമ്മുടെ കൺമുമ്പിൽ നിർബാധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനെ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട്, അതിനെ മനസ്സിലാക്കിയിട്ടില്ല നടിച്ചുകൊണ്ട്, അതിനെ ഞങ്ങൾ അറിഞ്ഞില്ല നടിച്ചുകൊണ്ട്, അതിനെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് നമ്മൾ അതിനോട് കൂട്ടുപിടിക്കുന്ന രൂപത്തിൽ പുതിയ ക്യാമ്പയിനുകളുമായി മുന്നോട്ട് പോകുന്നുവെങ്കിൽ അള്ളാഹുവിൻ്റെ ശാപവും കോപവും അവർക്ക് മാത്രമല്ല ഇവർക്കുമുണ്ട്. ഒരുപക്ഷെ അവരെക്കാൾ കൂടുതൽ ഇവർക്കുണ്ടാവും. കാരണം എന്താ? ഇവർ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയവരാ. ഇന്നലെ ഇറങ്ങിയിരിക്കുന്ന ഒരു ദിനപത്രത്തിൽ 2 ലേഖനങ്ങളുള്ളത്. എന്തിന്? റബീഉൽ അവ്വൽ, നാട്ടിൽ റബീഉൽ അവ്വൽ 12 ഇന്നലെ തോന്നുന്നുണ്ട്. 2 ലേഖനങ്ങൾ. ഒന്നൊരു യാഥാസ്ഥിക പണ്ഡിതൻ എഴുതിയ, ഒന്നൊരു ഉൽപ്പതിഷ്ഠ പണ്ഡിതൻ എഴുതിയ. അത് ഒന്ന് കളരിക്ക് പുറത്തും മറ്റൊന്ന് കുരിക്കളം നെഞ്ചത്തുമാണ്. കാരണം എന്താ? ഈ യാഥാസ്ഥിക പണ്ഡിതൻ എഴുതിയിരിക്കുന്നത് ഈ മൗലിക പരിപാടികളെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് നമുക്ക് മനസ്സിലാക്കാമല്ലോ അതിൻ്റെ ഇത്. പിന്നെ റസൂലുള്ളാഹിയുടെ കാരുണ്യമൊക്കെ വിവരിച്ചുകൊണ്ട് ഇങ്ങനെ വന്നിരിക്കുന്ന മറ്റൊരു ലേഖനം, ഒരു ഉൽപ്പതിഷ്ഠ പണ്ഡിതൻ. അവർക്ക് പണി എന്താണെന്നറിയോ? ഒരുപാട് കാലമായി പടച്ചോനെ ഈ ദുനിയാവിൽ ഒരു ഭരണം കിട്ടാൻ വേണ്ടി ഒരുപാട് പണിയെടുത്തണല്ലോ. കുറേ പണിയെടുത്തൊക്കെ അള്ളാഹ്ക്ക് ഇവിടെ ഒരു ഭരണം വാങ്ങി കൊടുത്തിട്ട് നമ്മൾ അടങ്ങുള്ളൂ പറഞ്ഞിട്ട്. ഈ ദുനിയാവിലെ ഒരു ഭരണകൂടത്തെ നമ്മൾ അംഗീകരിക്കില്ല. അള്ളാഹ്ക്ക് ഒരു ഭരണം എങ്ങനെയെങ്കിലും വാങ്ങി കൊടുത്തിട്ട് അടങ്ങുള്ളൂ. അങ്ങനെ പണിയെടുത്ത് അവസാനം പരാജയപ്പെട്ട് ഇനിയിപ്പോൾ അള്ളാഹ്ക്ക് ഭരണം കിട്ടൂല, അത് വാങ്ങിക്കൊടുക്കാനും കഴിയില്ല, എന്നാൽ പിന്നെ നിലവിലുള്ള താവൂത്തിൻ്റെ കൂടെ നമുക്കൊന്ന് കൂടി വെക്കാൻ ഇപ്പോൾ മണ്ണിനും മനുഷ്യനും വേണ്ടി നടക്കുന്ന ടീമുണ്ടല്ലോ. ആ ടീം ഇപ്പോൾ ഇറങ്ങിയിട്ട് ഒരു ലേഖനം. എന്താ ലേഖനത്തിന് കാര്യമായി? പ്രവാചക തിരുമേനി അടിമത്വത്തിൽ നിന്ന് മോചനം നൽകിയിരിക്കുന്ന പ്രവാചകനെന്ന് പഠിപ്പിക്കാൻ വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്തിനാണ് പിന്നെ നേർക്കുനേരെ കണ്ണിച്ചിരിക്കുന്നത്. സൂറത്ത് നഹലിലെ ഏറ്റവും പ്രഖ്യാപിതമായിരിക്കുന്ന ഒരു ആയത്ത്. അതിൻ്റെ അർത്ഥം അവരുടെ ഈ താല്പര്യത്തിന് വേണ്ടി മാത്രം വക്രീകരിച്ചു. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല അനി അബ്ദുല്ലാഹ വജ്തനിബുത് താവൂത്ത്. ഈ ആയത്തിന് എന്താ അർത്ഥം പറഞ്ഞെന്നറിയാമോ? എല്ലാ സമുദായത്തിലേക്കും അള്ളാഹു പ്രവാചകന്മാരെ പറഞ്ഞയച്ചു, അവർക്ക് അറിവും നൽകി. എന്താണ് അറിവ്? അള്ളാഹുവിനുള്ള അടിമത്വം നിങ്ങൾ സ്വീകരിക്കുക, ദൈവേതര ശക്തികൾക്കുള്ള അടിമത്വം നിങ്ങൾ വെടിയുക. ദുനിയാവിലെ ഏതെങ്കിലും കിതാബിൽ നിങ്ങൾക്ക് ഈ അർത്ഥം കിട്ടുമോ? ലോകത്ത് മുസ്ലിം ലോകം അംഗീകരിക്കുന്ന ഒരു തഫ്സീറിൽ എവിടെയെങ്കിലും ഈ അർത്ഥം കിട്ടുമോ? അള്ളാഹുള്ള അടിമത്വം സ്വീകരിക്കുകയും സൃഷ്ടികൾക്കുള്ള അല്ലെങ്കിൽ ദൈവേതര ശക്തികൾക്കുള്ള അടിമത്വം വെടിയുകയും ചെയ്യുക എന്നല്ല ഈ ഒരു അർത്ഥം ആയത്തിന് നേർക്കുനേരെ. ഞാൻ ഇത് എഴുതിയിരിക്കുന്ന ആളുകളുടെ വലിയ നേതാവുണ്ട്, ഇതൊക്കെ പറഞ്ഞു കൊടുത്ത നേതാവ്, അയാൾ രേഖപ്പെടുത്തിയിരിക്കുന്ന, അയാൾ എഴുതിയിരിക്കുന്ന ഒരു ഖുർആൻ പരിഭാഷയുണ്ട്. അതിൻ്റെ മലയാള പരിഭാഷയുണ്ട്, ഖുർആൻ ഭാഷ്യം എന്നതിൻ്റെ പേര്. അത് മറച്ചു നോക്കി. അപ്പോൾ അതിൽ കുറച്ച് സൂക്ഷ്മത വരുത്തിയിട്ടുണ്ട്. എന്താ അറിയോ? അവിടെ അവർ അനി അബ്ദുല്ലാ എന്നുള്ളതിനെ അള്ളാഹ്ക്ക് നിങ്ങൾ ഇബാദത്ത് ചെയ്യുക, അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്യരുതെന്ന് മലയാളം പറയാതെ അറബി പറഞ്ഞു തീർത്തു. എന്നാലും സമാധാനമുണ്ട്. ആ സൂക്ഷ്മത പോലും ഈ ലേഖനത്തിൽ ഇതെന്തിനാ അറിയോ? രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കാനാണ്. അതാ പറഞ്ഞത്, കുരിക്കള നെഞ്ചത്താണ് കുത്ത്. അങ്ങനെയാണ് പോക്ക്. എന്തിനാണത്? ദുനിയാവിൽ ഇന്ദിരാഗാന്ധിക്ക് അടിമത്വം ഉണ്ടാകാൻ പാടില്ല, പിന്നെ ഇപ്പോഴത്തെ ഭരണാധികാരി മൻമോഹൻ സിംഗിന് അടിമത്വം പാടില്ല, അങ്ങനെ ഇവിടെയുള്ള ഒരു ഭരണകൂടത്തോടും ഒരു അടിമത്വ മനോഭാവം ഉണ്ടാകാൻ പാടില്ല. അതിന് ഇസ്ലാം ഇതിന് തെളിവുണ്ടാക്കുകയാണ്. അത് വേറെ വിഷയമാണ്, നമുക്ക് ഇൻഷാ അല്ലാഹ് സമയത്ത് പിന്നീട് പറയാം. അപ്പോൾ അങ്ങനെ ഈ ആളുകൾ, ഇവർക്കറിയാം ഈ നാട്ടിലെ ബഹുഭൂരിപക്ഷം ആളുകൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങൾ പ്രവാചക ചര്യക്ക് വിരുദ്ധമാണ് എന്ന് മാത്രമല്ല, നരകത്തിലേക്ക് ഒരു സമൂഹത്തെ മൊത്തത്തിൽ കൊണ്ടുപോകുന്ന പടച്ചവന്റെ പ്രവാചകർ വെറുത്ത നിരോധിച്ച ബിദ്അത്തിന്റെയും ശിർക്കിന്റെയും പട്ടികയിലാണെന്ന് കൃത്യമായിട്ട് അറിയാം. പക്ഷേ അതൊക്കെ നമ്മളിങ്ങനെ എതിർക്കണോ? നമ്മളതിന് പിന്നാലെ പോകണോ? അതിനേക്കാൾ എതിർക്കേണ്ട എന്തെല്ലാം കാര്യങ്ങളുണ്ട്. എക്സ്പ്രസ് ഹൈവേ എതിർത്താൽ കുറച്ച് ആൾക്കൂട്ടുണ്ടാവും. അതുപോലെ തന്നെ ഒരു ടീമിനെ കിട്ടും. രാഷ്ട്രീയ രംഗത്ത് എങ്ങനെയെങ്കിലും കാലെടുത്ത് വെച്ച് നോക്കാം. ഭയങ്കര രസമാണത്. ദീനും ദുനിയാവും ഒന്നാന്ന് പറഞ്ഞ് വന്ന ടീം ഇപ്പോൾ ദീന് പറയാനൊരു സംഘടനയും ദുനിയാവ് പറയാൻ വേറൊരു സംഘടനയും ഉണ്ടാക്കി വെച്ചുക. ഒരു ടീം ദുനിയാവ് മാത്രമേ പറയുള്ളൂ. അതിൻ്റെ ഒരു ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്യുന്ന അതിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സ്റ്റേജിൽ കയറി അസ്സലാമു അലൈക്കും എന്ന് പോലും പറയില്ല. എന്താ കാരണം? ഇത് ദുനിയാവ് മാത്രം പറയാനുള്ളതാണ്, രാഷ്ട്രീയ പാർട്ടിയാണല്ലോ. അവിടേക്കാണ് കാര്യം പോകുന്നത്. അങ്ങനെയുള്ള ഈ ആളുകൾ
ഇതൊക്കെ കാണുമ്പോൾ അവർക്ക് രാഷ്ട്രീയ രംഗത്ത് കാലുറപ്പിക്കുവാനും സമൂഹത്തിൽ അല്പം ചർച്ചാ വിഷയങ്ങൾ ഉണ്ടാക്കുവാനും പത്രകോളങ്ങളിൽ ചിത്രങ്ങൾ വരുവാനും വേണ്ടി മാത്രം ആഗ്രഹിക്കുന്ന ആളുകൾ, അവർക്കെന്താ? ആളുകൾ ബിദ്അത്ത് ചെയ്ത് നരകത്ത് പോയ പ്രശ്നമില്ല, ഖുറാഫാത്ത് ചെയ്ത് നരകത്ത് പോയ പ്രശ്നമില്ല, അതുപോലെ തന്നെ ശിർക്ക് ചെയ്ത് നരകത്ത് പോയ പ്രശ്നമില്ല. ഈ ദുനിയാവിലെ തുച്ഛമായ ജീവിതം പരലോകത്തെ എന്നേക്കുമുള്ള നഷ്ടത്തിന് വകവരുത്തുമ്പോൾ അതൊന്നും പ്രശ്നമല്ല. പിന്നെന്തേ ഇവിടെ നാട്ടിലുണ്ടാകുന്ന ഏതെങ്കിലും പുരോഗതി, അത് അതിൽ ദോഷവും ഗുണമൊക്കെ ഉണ്ടാവും, അത് വേറെ വശം ചർച്ച ചെയ്യാം, അതിനൊന്നും വിരോധമല്ല. പക്ഷെ അതല്ലല്ലോ മുഖ്യ അജണ്ട. എക്സ്പ്രസ് ഹൈവേക്കെതിരെ, പെൺവാണിഭ കേസുകൾക്കെതിരെ, പിന്നെ പ്ലാച്ചിമടക്കെതിരെ, മുതലാളിത്തത്തിനെതിരെ, അങ്ങനെ തുടങ്ങിയിട്ട് എത്ര മുദ്രാവാക്യം എന്നറിയും. എന്നാൽ ഷിർക്കിനെതിരെ, ബിദ്അത്തിനെതിരെ, ഖുറാഫാത്തിനെതിരെ, അന്ധവിശ്വാസങ്ങൾക്കെതിരെ, അങ്ങനെയുള്ള അനാചാരങ്ങൾക്കെതിരെ സംസാരിക്കാൻ ആരാളുള്ളത്? അതാണ് വിഷയം. അപ്പൊ അതുകൊണ്ട് യഥാർത്ഥത്തിൽ പ്രവാചക തിരുമേനി പഠിപ്പിച്ചിരിക്കുന്ന ആ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോകുന്ന ആളുകളെ പിന്തിരിപ്പിക്കേണ്ട ബാധ്യത അത് ഒരു മുസൽമാന്റെ ബാധ്യതയാണ്. അത് കണ്ടില്ല എന്ന് നടിച്ച്, കേട്ടില്ല എന്ന് നടിച്ച് നമ്മൾ മറ്റു ചില അജണ്ടകളുമായി മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായി ആ നഷ്ടത്തിൽ നമ്മൾ കൂടി ഉൾപ്പെടുമെന്നുള്ളത് വിസ്മരിക്കാൻ സാധ്യമല്ല. ഒറ്റവാചകം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഇത് ഈ പ്രവാചകരോടുള്ള ഈ മഹത്വവും മുഹബത്തും ഒക്കെ ഇങ്ങനെ പറഞ്ഞ് അതിങ്ങനെ പോയിട്ട് പിന്നെ ഇങ്ങനെ അതിൻ്റെ താഴെ ആളുകളിലേക്ക് പിന്നീട് ഇറങ്ങി എവിടെ എത്തുന്നറിയാമോ? ഈ അടുത്ത് പിന്നെ ഖത്തറിൽ വന്നപ്പോൾ കിട്ടിയൊരു പ്രസിദ്ധീകരണം, അതിലൊരു പ്രത്യേകമായിരിക്കുന്ന ഒരു ലേഖനമുണ്ട്. ലേഖനത്തിൻ്റെ ഹെഡിങ് അദൃശ്യ പുരുഷന്മാരെന്നാണ്. അദൃശ്യ പുരുഷന്മാർ അത് വേറെ ടീമാണ്. റിജാലുൽ ഗൈബ് നിങ്ങളുടെ ഈ വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട്. ഇവിടെ റിജാൽ എന്ന് പറഞ്ഞാൽ ആണുങ്ങൾ മാത്രമൊന്നും കരുത്, എൻ്റെ പെണ്ണുങ്ങളിൽ വിടുന്നു. അത് പള്ളി പോണടുത്ത് മാത്രമേ പറയരുത്, അത് പറഞ്ഞാൽ അപകടമായിരിക്കും. ഈ കാര്യത്തിൽ വിടും എന്നിങ്ങനെ പറഞ്ഞു വന്നിട്ട് ഈ റിജാലുൽ ഗൈബിൻ്റെ മഹത്വങ്ങൾ. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മളെ ഈ പുതിയ മാർപ്പാപ്പ വന്നല്ലോ, ആ മാർപ്പാപ്പ വന്നപ്പോൾ അതിൻ്റെ കാറ്റഗറിയൊക്കെ നമ്മളിങ്ങനെ വായിച്ചതാണ്. ഓരോരോ ഇന്ന ഗ്രേഡ് ഇങ്ങനെ ആ ഗ്രേഡ് നമ്മളിങ്ങനെ പറഞ്ഞു. ഈ ഈ പൗരോഹിത്യം വളർത്തുന്നതിൽ ഇത്ര വിജയിച്ചൊരു സമൂഹമില്ലാന്ന്. പക്ഷേ അത് തിരുത്തേണ്ടി വന്നു ഈ ലേഖനം വായിച്ചപ്പോൾ. അതിൻ്റെ മേലെ വെക്കണേ. കാരണം എന്താ? അള്ളാൻ്റെ റസൂൽ പറഞ്ഞാണത്, ലതത്തബിഉന്ന സനന മൻ കാന ഖബ്ലകും ശിബ്റൻ ബിശിബ്രിൻ വദിറാൻ ബിദിറാൻ. നിങ്ങൾ നിങ്ങളുടെ പൂർവികരെ അഥവാ ജൂത ക്രിസ്ത്യാനികളെ മുഴത്തിന് മുഴമായി ചാണിന് ചാണായി പിൻപറ്റുക തന്നെ ചെയ്യും. എത്രത്തോളം? അവർ ഒരു ഉടുമ്പിൻ്റെ മാടത്ത് കയറാൻ നോക്കിയാൽ നിങ്ങളോട് കയറി വെക്കുന്നു, അത്ര പിൻപറ്റുന്ന. അതവിടെ നടക്കണത്. ഈ മൗലിദിലൊക്കെ കണ്ടല്ലോ. ഇപ്പം നോക്കൂ, നിങ്ങൾ ഈ ആചാരങ്ങളൊക്കെ ഇങ്ങനെ പരിശോധിച്ച് നോക്കൂ. ഹൈന്ദവ സഹോദരന്മാർക്ക് അവരുടേതായ ജന്മദിനങ്ങളുണ്ട്, ശ്രീകൃഷ്ണ ജയന്തി, അതിനെന്തൊക്കെയുള്ളത്? ശോഭായാത്ര ഉണ്ട്, പിന്നെ ചീരണി വിളമ്പനുണ്ട്, അങ്ങനെ എല്ലാ പരിപാടിയുണ്ട്. ആ ശോഭായാത്രയിൽ മുഖ്യ ഇനെന്താ? ഒരു ഉണ്ണികൃഷ്ണനാണ്, കൃഷ്ണൻ്റെ ചെറിയ ആൾ ഉണ്ണികൃഷ്ണൻ. ആയിട്ട് കുറച്ച് ആൾക്കാർ അതിന് ആനയമ്പാരൊക്കെ ആയിട്ട് അവർ പോകുന്നുണ്ട്. ഇപ്പുറത്ത് ക്രിസ്തീയ സമൂഹം, അവർക്ക് യേശു ക്രിസ്തുവിൻ്റെ ജന്മദിനം, അതിൽ ഉണ്ണി യേശു ഉണ്ട്. 8-10 വർഷങ്ങൾക്ക് മുമ്പ് പാലക്കാട് ജില്ലയിൽ നമ്മുടെ മുസ്ലിം സഹോദരന്മാർ നടത്തിയിരിക്കുന്ന മീലാദ് ജാഥയിൽ ഒരു ഉണ്ണി മുഹമ്മദിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. ഉണ്ണി മുഹമ്മദ് എന്താ? ഉണ്ണികൃഷ്ണനും ഉണ്ണി യേശുവിനും ബദലൊരു ഉണ്ണി മുഹമ്മദ് വേണമല്ലോ. അവിടെ നമ്മളുള്ളത് എന്താ? മുഴത്തിന് മുഴമായി ചാണിന് ചാണായി അങ്ങനെ തന്നെ പിൻപറ്റിയൊരു സമൂഹം. ഈ സമൂഹം പൗരോഹിത്യത്തിൽ ഇതിങ്ങനെ കാണാണ്. എന്താ? ഈ മാർപ്പാപ്പൻ്റെ കാറ്റഗറി തീരുമാനിച്ച മാതിരി തന്നെ ഈ റിജാലുൽ ഗൈബിന് കുറേ കാറ്റഗറി ഉണ്ട്. ഞാൻ വായിച്ചിട്ട് അത്ഭുതപ്പെട്ടു. ഇവിടെ വായിക്കാൻ നേരമില്ല. അതിൽ വന്നിട്ടുണ്ടാരോ ഇങ്ങനെ ഇന്ന ഗ്രേഡുള്ള ആൾ, അവർ കാലാകാലം അങ്ങനെ തന്നെയാണ്. ഇന്ന എത്ര ഉണ്ട്? ഒരാൾ റിജാലുൽ ഗൈബിലേക്ക് വന്നാൽ, അതിന് ഇന്ന കുത്തുബിലേക്കൊക്കെ വന്നാൽ, ആ കുത്തുബ് ആയത് മുതൽ എന്നാണോ മരിക്കുക അതുവരെ ആ സ്ഥാനത്തുണ്ടാവും. അതാണ് സ്ഥാനത്തിൻ്റെ. അതാണ് പോപ്പിൻ്റെ അവസ്ഥ തന്നെയല്ല, മരിക്കണ വരെയാണ് എൻ്റെ കാലാവധി. അതാണ് സ്ഥാനം. അങ്ങനെ പോയിട്ട് പിന്നെ മരിച്ചാലും ഇവർക്ക് കുറേ ഏർപ്പാടൊക്കെ ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇപ്പോൾ മരിച്ചു പോയിരിക്കുന്ന ഈ റിജാലുൽ ഗൈബ് എല്ലാവരും കൂടി എല്ലാ ദിവസവും ലോകത്തിൻ്റെ ഓരോ കോണിലും ഇങ്ങനെ സമ്മേളിക്കുന്നുണ്ടെന്നാണ്. എന്നിട്ട് ഇത് എവിടെയൊക്കെയാണ്, ഏതൊക്കെ കോണിലാണ് ഓരോ ദിവസം സമ്മേളിക്കുക എന്നുള്ളതിന് ഈ പുസ്തകത്തിൽ പ്രത്യേകം കള്ളി വരച്ച് കോളം വരച്ചിട്ട് ഒരു ചാർട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. 1, 9, 14, 22 ഈ ദിവസങ്ങളിൽ തെക്ക്, പിന്നെ ബാക്കി 3, 8 അങ്ങനെ തെക്ക് വടക്ക് ഇങ്ങനെ തുടങ്ങിയിട്ട് ഇങ്ങനെ തിരിഞ്ഞിട്ട് എന്നിട്ട് എന്താ പറയുന്നവരോ, ഈ ആളുകൾ സമ്മേളിക്കുന്ന സ്ഥലം ഇന്നതാണ് എന്ന് ഈ കോളം നോക്കി മനസ്സിലാക്കിയിട്ട് ആ സ്ഥലത്തേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്താണോ ആവശ്യം ആ ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ അവരോട് പ്രാർത്ഥിച്ചോളൂ, ഉത്തരം കിട്ടുന്നു. ഇതാണ് ഈ ഖത്തറിൽ പോലും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മലയാള പ്രസിദ്ധീകരണത്തിൻ്റെ സംഭാവന. എന്താ അവസ്ഥ? അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുവാൻ വേണ്ടി പഠിപ്പിച്ച ഒരു വിശുദ്ധ ഖുർആനിൻ്റെയും പ്രവാചക ചര്യയുടെയും അനുയായികൾ 1 അല്ല 1000 മനുഷ്യാത്മാക്കളോട് പ്രാർത്ഥിക്കുന്നതിലേക്കാണ് പോകുന്നത്. ഏത് ആവശ്യങ്ങൾക്ക് വേണ്ടിയും അത്തരം ആളുകളോട് പ്രാർത്ഥിക്കാവുന്ന
അവരുടെ പേരിൽ അങ്ങനെ ഓരോ മാല മൗലിദുണ്ട് ഓരോ സാധനങ്ങളുമായിട്ട് കുറേ ടീം ഇറങ്ങുന്നുണ്ടല്ലോ. അവർ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സാധനമാണത്. ഞാനങ്ങനെ വായിച്ചു അത്ഭുതപ്പെട്ടു പോയി. അതിലെ ഓരോ വരികളും അണ്ടർലൈൻ ചെയ്ത് ആലോചിക്കേണ്ട സംഗതികളാണ്. അങ്ങനെ വന്നു പോവാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ ഷിർക്കും ഖുറാഫാത്തും ബിദ്അത്തും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിമുട്ടി ഇങ്ങനെ നാട്ടിൽ പ്രശ്നങ്ങളുമായി നടക്കുമ്പോൾ നമ്മളിതൊന്നും കണ്ടില്ല, ഇതൊന്നും അറിഞ്ഞിട്ടില്ല. നമ്മളിങ്ങനെ നേരത്തെ നിസ്കരിച്ച് നമ്മളിഞ്ഞ് വേറെ എന്തെങ്കിലും വല്ല പ്രതികരണമൊക്കെ ഉണ്ടെങ്കിൽ അത് വേറെ വല്ല മാർഗത്തിലൊക്കെ ആക്കിയിട്ട് നമ്മളെ റൂട്ടിൽ ഇങ്ങനെ പോകാമെന്ന് പറഞ്ഞാൽ അങ്ങനെ അത്ര എളുപ്പം അങ്ങോട്ട് കടക്കാൻ പറ്റിയ സ്ഥലമൊന്നുമല്ല സ്വർഗം എന്ന് മനസ്സിലാക്കിയാൽ മതി. ആണ് വസ്തുത. ഒറ്റ വാചകം ആ വിഷയത്തിൽ അവസാനിപ്പിക്കുകയാണ്. എന്താണെന്നറിയോ, റസൂലുള്ളാഹിയെ സ്നേഹിക്കുന്നതിൻ്റെ പേരിൽ നാട്ടിലൊക്കെ ഇപ്പോൾ മീലാദ് ജാഥകം നടന്നുകൊണ്ടിരിക്കുക. എന്താ മീലാദ് ജാഥയുടെ പ്രത്യേകത? അതൊരു ശക്തി പ്രകടനമാണ്. ശക്തി പ്രകടനം എന്തിനാ? റോഡ് ബ്ലോക്കാക്കാൻ. റസൂലുള്ളാഹി പറഞ്ഞ എന്താണെന്നറിയോ, അൽ ഈമാന ബിദ്ഉൻ വസബഉന ശുഅബ അഫ്ദലുഹാ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അദ്നാഹാ ഇമാതത്തുൽ അദാ അനി ത്വരീഖ്. ഈമാൻ 70 പരം ശാഖകളുണ്ട്. അതിലേറ്റവും ശ്രേഷ്ഠമായത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിൻ്റെ പൂർത്തീകരണം അവസാനത്തെ എന്താ? വഴികളിൽ നിന്ന് വല്ല ഉപദ്രവം കണ്ടാൽ നീക്കി ഒഴിവാക്കാന്നല്ല. നമ്മളെ പ്രവാചക സ്നേഹം വഴി മുടക്കിയിട്ടാണ്. അള്ളാഹ് റസൂൽ പറഞ്ഞത് വഴി മുടക്ക് അവസാനിപ്പിക്കാന്ന്. വഴിയിൽ മുടക്കുണ്ടാവരുത്, വല്ല തടസ്സം കണ്ട തട്ടി മാറ്റാന്ന്. ആ തട്ടി മാറ്റുന്നതിന് എന്ന് പറഞ്ഞാൽ റോഡൊക്കെ വീതി കൂട്ടുന്നതിനാണ് ഇസ്ലാം ദീനിൽ ഈമാനായിട്ട് ബന്ധപ്പെടുത്തി പറഞ്ഞത്. റോഡ് വീതി കുറക്കാനല്ല. ഈ ജാഥ നാളുകൾ, അതിൻ്റെ പിന്നിൽ വരുന്ന വാഹനങ്ങളിൽ ഇങ്ങനെ കഷ്ടപ്പെട്ട് നിൽക്കുന്ന രോഗികൾ, ആവശ്യക്കാർ, മറ്റു മതസ്ഥർ, ഏതെല്ലാം ആളുകൾ, ഇവരെന്താ നമ്മളെ വിലയിരുത്തുക? എന്താ ഹിന്ദു മതത്തിന് വ്യത്യാസം? എന്താ ക്രിസ്തു മതത്തിന് വ്യത്യാസം? എന്താ രാഷ്ട്രീയക്കാരന് വ്യത്യാസം? എന്താ മറ്റുള്ള സംഘടന വ്യത്യാസം? ഒരു ഈണൊക്കെ നമ്മളും ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്കെന്താ പേര് മുസ്ലിമാണ്. ആ നിലക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ എല്ലാ മേഖലയിലും അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചതിന് വിരുദ്ധമായി മാത്രം നീങ്ങുകയും എന്നിട്ട് അതാണ് മതമെന്ന് സമൂഹത്തെ പഠിപ്പിക്കുകയും അതിന് ഊർജവും ആയുസ്സും ആരോഗ്യവും സമയവും സമ്പത്തും ചെലവഴിച്ചുകൊണ്ട് പണ്ഡിതന്മാർ തന്നെ രംഗത്ത് വന്ന് സമൂഹത്തെ മുച്ചൂടും വഴിപഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ പ്രവാചക തിരുമേനി പഠിപ്പിച്ചിരിക്കുന്ന ഒരു സംഗതി ഉണ്ടല്ലോ. എന്താ? ഇദാ റആകും മുൻകറൻ ഫൽയുഗയ്യിർ ബിയദി ഫഇൻ ലം തസ്തതി ഫബിലിസാനി ഫഇൻ ലം തസ്തതി ഫബിഖൽബി ഫദാലിക അദ്അഫുൽ ഈമാൻ. ഒരു തിന്മ കണ്ടിട്ട്, വർജിക്കേണ്ട ഒരു കാര്യം കണ്ടിട്ട്, ഒരു അധാർമിക പ്രവണത കണ്ടിട്ട് നിങ്ങൾ അത് മാറ്റം വരുത്തുവാൻ വേണ്ടി ശ്രമിച്ചില്ല എങ്കിൽ, സ്വന്തം കൊണ്ട് അല്ലെങ്കിൽ നാവ് കൊണ്ട് ഹൃദയം കൊണ്ടെങ്കിലും അതിനോട് പ്രതികരിക്കാൻ നിങ്ങൾക്ക് സാധിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് ഈമാനിൻ്റെ അവസാനത്തെ കണിക പോലുമില്ല എന്നാണ്. ആ ഈമാനിൻ്റെ അവസാനത്തെ കണികയിൽ ഉണ്ടാകണമെങ്കിൽ ഇത്തരം കാര്യങ്ങൾക്കെതിരെ പ്രതികരിച്ചേ മതിയാകൂ. റസൂൽ പറഞ്ഞൊരു വാചകം, എല്ലാ പ്രവാചകന്മാർക്കും ഹവാരികളുണ്ട്. എല്ലാ പ്രവാചകന്മാർക്കും അവരെ പൂർണ്ണമായി പിൻപറ്റുന്ന അനുയായികളുണ്ട്. പക്ഷേ കാലങ്ങൾ പിന്നിടുമ്പോൾ ഒരു സമൂഹം വരും, പ്രവാചകന്മാരുടെ അനുയായികൾ എന്ന് പറയുന്നൊരു സമൂഹം. അവരുടെ പ്രത്യേകത എന്താ? ഒന്ന്, അവർ പറയുന്ന കാര്യങ്ങൾ അവർ പ്രവർത്തിക്കില്ല. രണ്ട്, അവർ പ്രവർത്തിക്കുന്നതിന് ആ പ്രമാണങ്ങളുടെ പിൻബലം ഉണ്ടാവുകയുമില്ല. അത്തരം കാലഘട്ടങ്ങളിൽ നിങ്ങൾക്കൊരു ബാധ്യത ഉണ്ട്. എന്താണത്? ഫമൻ ജാഹദഹും ബിയദി ഫഹുവ മുഅ്മിൻ. അവരോട് കൈകൊണ്ട് ജിഹാദ് ചെയ്യുന്നവൻ മുഅ്മിനാണ്. വമൻ ജാഹദഹും ബിലിസാനി ഫഹുവ മുഅ്മിൻ. അവരോട് നാവ് കൊണ്ട് ജിഹാദ് ചെയ്യുന്നവർ മുഅ്മിനാണ്. വമൻ ജാഹദഹും ബിഖൽബി ഫഹുവ മുഅ്മിൻ. ഹൃദയം കൊണ്ടെങ്കിലും ജിഹാദ് ചെയ്യുന്നവർ മുഅ്മിനാണ്. വലൈസ വറാഅ ദാലിക ഹബ്ബത ഖർദല മിനൽ ഈമാൻ. അതിനപ്പുറത്ത് ഈമാനിൻ്റെ കണിക പോലുമില്ല എന്നാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്. അതിനാൽ നമ്മുടെ ഈമാൻ പൂർത്തീകരിക്കാൻ, നമ്മുടെ കർമ്മങ്ങളും ധർമ്മങ്ങളും പടച്ചവനെ സ്വീകരിക്കാൻ, നമ്മുടെ മുമ്പിൽ കാണുന്ന അധാർമിക പ്രവണതകൾക്കെതിരെ, അനീതിക്കും അധർമ്മത്തിനും അക്രമത്തിനുമെതിരെ, അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ, ബിദ്അത്തിനും ഷിർക്കിനും ഖുറാഫാത്തിനുമെതിരെ പ്രതികരിക്കാതെ പ്രവർത്തിക്കാതെ നമ്മൾ മൗനികളായി നമ്മുടെ റൂട്ടിൽ നമ്മുടെ കച്ചവടവും നമ്മുടെ കൃഷിയും നമ്മുടെ ജോലിയും നമ്മുടെ ഭൗതിക താല്പര്യങ്ങളും അതിലിടക്കൊരു മതം എന്നുള്ള കുറച്ച് കറുന്ന നോമ്പൊക്കെ ഇങ്ങനെ പോയാൽ പരലോകത്ത് രക്ഷപ്പെടുമെന്ന് വിചാരിക്കരുത്. മറിച്ച് അതൊക്കെ നാം നിർവഹിക്കുന്നത് പരലോകത്ത് പടച്ചവൻ്റെ കോടതിയിൽ സ്വർഗത്തിൽ അണയാൻ വേണ്ടിയാണ് എങ്കിൽ ആ സ്വർഗത്തിലേക്ക് പോകാൻ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം പ്രശ്നങ്ങൾക്കെതിരെ പ്രതികരിച്ച് ഒരാൾക്കെങ്കിലും ഹിദായത്ത് നൽകുവാൻ വേണ്ടി സാധിച്ചെങ്കിൽ അതിനുവേണ്ടി പണിയെടുത്ത്, ഇനി സാധിച്ചില്ലെങ്കിൽ പടച്ചവൻ്റെ കോടതിയിൽ ഞാൻ എൻ്റെ എൻ്റെ ദൗത്യം നിർവഹിച്ചിട്ടുണ്ട് എന്ന് പറയാനുള്ള യോഗ്യതകൾ നേടിയില്ല എങ്കിൽ യാതൊരു രക്ഷയും എവിടെയും ലഭിക്കാനില്ല എന്ന് മനസ്സിലാക്കി നാം ആദ്യമായി ശരിയായ മുസ്ലിങ്ങളായി ജീവിക്കുക. അള്ളാഹുവിൻ്റെ പ്രവാചകരുടെ പാത അത് അടിതൊട്ട് മുടിവരെ പഠിച്ചു മനസ്സിലാക്കി ഉൾക്കൊണ്ട് ജീവിതത്തിൽ പകർത്തുക. രണ്ടത് പ്രബോധനം ചെയ്യുക. മൂന്ന്, അതിൽ നിന്ന് വ്യതിചലിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് പരമാവധി മാർഗദർശനം നൽകി അവരെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുക. ആ നിലക്ക് മുന്നോട്ട് പോയാൽ നമ്മുടെ ജീവിതം അത് ധന്യമായി. എപ്പോൾ എവിടെ വെച്ച് പടച്ചോ നമ്മളെ തിരിച്ചു വിളിച്ചാലും, ഏതു സാഹചര്യത്തിൽ മരണപ്പെട്ട് ഈ ലോകത്തൊരു വിട പറയേണ്ടി വന്നാലും ആ മരണം നമുക്ക് നഷ്ടമാവില്ല, അത് സങ്കടകരമാവില്ല, അതൊരു ദോഷമാവില്ല. മറിച്ച് അത്
ആത്യന്തികമായ സൗഭാഗ്യത്തിലേക്കുള്ള കവാടം തുറക്കലായിരിക്കും. അതാണ് ഖുർആൻ പറഞ്ഞത്, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറൂ ബിൽ ജന്നത്തി ലത്തി കുൻതും തുഅദൂൻ. തീർച്ചയായും അല്ലാഹുവാണ് ഞങ്ങളുടെ റബ്ബി എന്ന് പ്രഖ്യാപിക്കുകയും അതിനനുസരിച്ച് നേരെ ചൊവ്വെ വക്രതയില്ലാതെ വളവില്ലാതെ ജീവിക്കുകയും ചെയ്തിരിക്കുന്ന ആളുകൾ അവരുടെ മരണസമയം സന്തോഷമേകിക്കൊണ്ട് സമാധാനം നൽകിക്കൊണ്ട് കാരുണ്യത്തിൻ്റെ പ്രവാഹങ്ങളായി അവരുടെ മേൽ മലക്കുകൾ കടന്നു വരും. ആ മലക്കുകൾ അവരെ സമാധാനിപ്പിക്കും, സാന്ത്വനിപ്പിക്കും, അവരാ സ്വർഗത്തിലേക്ക് വിളിച്ചു കൂട്ടിക്കൊണ്ടുപോകും. അങ്ങനെ ലഭിക്കണമെന്ന ആഗ്രഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആഗ്രഹം കൊണ്ട് മാത്രം ഒന്നും നടക്കില്ല, അധ്വാനിക്കുകയും വേണം. അതിനാൽ നന്നായി പഠിക്കുകയും നന്നായി പ്രവർത്തിക്കുകയും പ്രചരണ പ്രവർത്തനങ്ങളിൽ സജീവമായ സാന്നിധ്യം കൊണ്ട് നമ്മുടേതായ ദൗത്യം നിർവഹിക്കുകയും ചെയ്യാൻ നാം ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആനും പ്രവാചകചര്യയും കൃത്യമായി പഠിക്കുകയും പകർത്തുകയും അതിൻ്റെ വക്താക്കളും പ്രയോക്താക്കളും പ്രചാരകരും പ്രബോധകരുമായി ജീവിതത്തെ ധന്യമാക്കുകയും ചെയ്യുന്ന യഥാർത്ഥ സൗഭാഗ്യവാന്മാരിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, നാളെ പരലോകത്തിൽ വിജയം വരിക്കുന്ന യഥാർത്ഥ മുത്തഖികളിൽ മുവഹിദുകളിൽ ഞങ്ങളേവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൃത്യമായും കണിശമായും മനസ്സിലാക്കുവാനും ആ പാത ഒട്ടും തെറ്റാതെ അനുധാവനം ചെയ്യുവാനും ഞങ്ങളേവരെയും നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അറിവില്ലാതെ കാര്യങ്ങൾ മനസ്സിലാക്കാതെ അവിവേകത്തിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് നീ ഹിദായത്ത് നൽകണമേ തമ്പുരാനെ. അറിവും വെളിച്ചവും നൽകി സ്വർഗത്തിൻ്റെ പാതയിലേക്ക് അവരെ നീ തിരിച്ചു കൊണ്ടുവരണേ തമ്പുരാനെ. അല്ലാഹുവേ, അത്തരം ആളുകളുടെ മുമ്പിൽ കാര്യങ്ങൾ തുറന്നു പറയുവാനുള്ള മനഃശേഷിയും മനക്കരുത്തും തൻ്റെ ഇടവും അതിനുള്ള വിവരവും വിവേകവും ഞങ്ങൾക്ക് ഏവർക്കും നൽകി നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രങ്ങൾ, വന്യരായ പണ്ഡിതന്മാർ, നേതാക്കന്മാർ, അവരുടെ എല്ലാം ഖബറിടങ്ങളെ നീ വിശാലമാക്കി കൊടുക്കണമേ. അവരെയും ഞങ്ങളെയും നിൻ്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. രോഗികളായി മറ്റും പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ പല സഹോദരന്മാരും സഹോദരികളും ആശുപത്രികളിലും മറ്റുമൊക്കെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാഹുവേ, അവരുടെ എല്ലാ പ്രയാസങ്ങളും നീ ദൂരീകരിച്ചു കൊടുക്കണമേ. അവർക്ക് ആഫിയത്തും ആരോഗ്യവും ശിഫയും നൽകി നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. اللهم أحينا على الكتاب والسنة وأمتنا على الإيمان والتوبة وتوفنا مسلمين والحقنا بالصالحين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار وأدخلنا الجنة مع الأبرار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا الحمد لله رب العالمين. والسلام عليكم ورحمة الله.